നോക്കൂ, നമ്മുടെ നെറ്റ് പരീക്ഷയ്ക്ക് അധിക ദിവസം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മളെ CCയിലെ 30 ഡേയുടെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ 30 ഡേ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും എന്താ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പർ ത്രൂ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഹായ് ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ നെറ്റ് പരീക്ഷ ഇങ്ങ് വന്നെത്തി. ഇനി അധികം ദിവസങ്ങളില്ല അല്ലേ? ശരിക്കും പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ. അപ്പോൾ നിങ്ങൾ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നല്ല പ്രിപ്പറേഷൻ നടക്കട്ടെ. കൂടാതെ നമ്മളെ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ദി നെറ്റ് ഇൻകം അപ്രോച്ച് ടു ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി നമ്മളൊക്കെ കേട്ടതാണ് അല്ലേ? ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി, അതിൻ്റെ അകത്ത് നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഇൻകം അപ്രോച്ച് അല്ലേ? NI അപ്രോച്ച് ആരാണ് നിർമ്മിച്ചതാണ് ചോദിക്കുന്നത്. നോക്കിയേ, M. ഗോർഡൺ, J.E. വാൾട്ടർ, D. ഡ്യൂറന്റ്, മോട്ടിഗിലാനിയൻ, മില്ലർ. 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് മനസ്സിലാക്കുമ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റാരുമല്ല, ഇവിടെ ആരാണ്? ഇവിടെ D. ഡ്യൂറന്റ് അല്ലെങ്കിൽ ഡേവിഡ് ഡ്യൂറന്റ് ആണ് അല്ലേ? ഡേവിഡ് ഡ്യൂറന്റ് ആണ് അവിടെ ഏതാ നെറ്റ് ഇൻകം അപ്രോച്ച്, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിലെ നെറ്റ് ഇൻകം അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക ആരാണ്? ഡേവിഡ് ഡ്യൂറന്റ് ആണ് അല്ലെ? ഡേവിഡ് ഡ്യൂറന്റിനാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഓക്കെ, അടുത്തൊരു ചോദ്യം. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി അല്ലെ? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നത് ഒരു പേരും കൂടി അതിനുണ്ട്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ, ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിവിഡൻഡ് മോഡൽ ആൻഡ് മെട്രിക്സ് മോഡൽ. അപ്പോൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ മനസ്സിലാകുമ്പോൾ ഇവിടെ ഡിവിഡൻഡ് മോഡൽ അല്ല, മെട്രിക്സ് മോഡൽ അല്ല എന്ന് മനസ്സിലാവും അല്ലേ? അപ്പൊ ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ്, ഒന്നുകിൽ ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആണ്. ഇക്വിറ്റി ട്രേഡിംഗ് അല്ലെ? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അവിടെ മറ്റേതുമല്ല, അവിടെ ഏതാണ്? ഫിനാൻഷ്യൽ ലിവറേജ് ആണ് അല്ലെ? ഏതാണ്? ഫിനാൻഷ്യൽ ലിവറേജ് ആണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? ഫിനാൻഷ്യൽ ലിവറേജ് ആണെന്നാണ് പറയപ്പെടുന്നത് അല്ലെ? ഫിനാൻഷ്യൽ ലിവറേജ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. The Right to Information Act of Dash was a milestone in the history of India. Right to Information അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്ത് പറയാം? RTI അല്ലെ? RTI ആക്ട് അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എപ്പോഴാണ് വന്നിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. 2006, 2007, 2004, 2005 4 ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒന്നും വിചാരിക്കേണ്ട, നേരെ എഴുതിക്കോ മക്കളെ, 2005 RTI ആക്ട് എപ്പോഴാണ്? RTI ആക്ട് 2005. റൈറ്റ് ടു ഇൻഫർമേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു മൈൽ സ്റ്റോൺ ആണ് അല്ലെ? കാരണം എന്താ, കൂടുതൽ ഫ്രോഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അഴിമതികളും അതേപോലെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുറയ്ക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എപ്പോഴാണ്? 2005 RTI ആക്ട് വന്നിരിക്കുന്നത് അല്ലെ? ഓക്കെ. ഡാഷ് refers to delegation of authority to lower level of management and all department of the organization അല്ലെ? അപ്പൊ ഇവിടെ മാനേജ്മെന്റ് ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. ഏതാണ്? ഡാഷ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അതായത് അതോറിറ്റിയുടെ ഡെലിഗേഷൻ ആണ്. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? ഇവിടെ ലോവർ ലെവൽ ഓഫ് മാനേജ്മെന്റ് അല്ലെ? നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ വരച്ച് പറയാറുണ്ട് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ് പറയാറുണ്ട് അല്ലെ? അപ്പൊ ലോവർ ലെവൽ മാനേജ്മെന്റിലേക്കുള്ള അതോറിറ്റിയുടെ ഡെലിഗേഷനെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദ്യം. ഡീസെൻട്രലൈസേഷൻ, സെൻട്രലൈസേഷൻ, റെസ്പോൺസിബിലിറ്റി, പ്ലാനിങ്. പെട്ടെന്ന് ഉത്തരം പറയാൻ വേണ്ടി പറ്റും, ഈസി ആയിട്ട് ആൻസർ പറയാൻ പറ്റും. ഏതാണ്? ഡീസെൻട്രലൈസേഷൻ ആണ് അല്ലെ? പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. ഏതാണ്? ഡീസെൻട്രലൈസേഷൻ ആണ് അവിടെ വരുന്നത്. ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, അടുത്തത്. As per which following act abuse of dominant position by the entity is prohibited? ഏതായിരിക്കാം വരുന്നത്? കോമ്പറ്റീഷൻ ആക്ട് ഉണ്ട്, GST ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആൻഡ് കമ്പനീസ് ആക്ട്. ഏത് ആക്ട് ആയിരിക്കും ഇവിടെ വരിക?
ഇവിടെ ഇത്തരത്തില് നോക്കൂ, അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ ഓഫ് ആൻ എൻറ്റിറ്റി ഈസ് പ്രോഹിബിറ്റഡ്. ഇവിടെ പ്രത്യേകമാരും മെൻഷൻ ചെയ്തത് ഈ ഒറ്റ വാക്ക് മതി നമുക്ക് എന്ത് ആൻസർ കിട്ടാൻ. ഏതാണ് അവിടെ വരിക? മറ്റാരുമല്ല, കോമ്പറ്റീഷൻ ആക്ട് ആണ് അല്ലെ. 2002 കോമ്പറ്റീഷൻ ആക്ട് പ്രകാരമാണ് അല്ലെ. 2002 കോമ്പറ്റീഷൻ ആക്ട് ആണ് അവിടെ എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു PYQ എന്ന് പറയുന്നത്. നോക്കൂ, നമ്മുടെ നെറ്റ് പരീക്ഷയ്ക്ക് അധികം ദിവസം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മളെ CCയിലെ 30 ഡേയുടെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 30 ഡേ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന നെറ്റ് പരീക്ഷ നല്ല രീതിയിൽ എഴുതി നല്ല ഉയരങ്ങളിലേക്ക് നമുക്ക് പറക്കാൻ വേണ്ടി സാധിക്കട്ടെ. അപ്പൊ നമ്മൾ 30 ഡേ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പർ ത്രൂ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി വരുന്ന ദിവസം കൂടുതൽ PYQസുമായിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു.